ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു ഇക്കാക്കൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പാറമടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. നമ്മളെ വീടിന് തൊട്ടടുത്തായിട്ടാണെന്നാ വിചാരിച്ചത്, പക്ഷെ നടന്നപ്പോഴല്ലേ മനസ്സിലായത് കുറച്ചങ്ങോട്ട് പോകണം. വലിയ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, ചെറിയ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മള് ആരും വീഴാതെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സിയമോളാണ് നമ്മളെ മുന്നിൽ തന്നെ ഉള്ളത്. അങ്ങനെ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടോ. അടിപൊളി ഏരിയ ആണ്, അധികം ആരും എത്തിപ്പെടാത്ത ഏരിയ ആണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് അങ്ങോട്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മുന്നോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ മുൾവേലിയും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിടുവോ? എന്തായാലും അവിടെ കഷ്ടപ്പെട്ട് അവിടെ എത്തി, പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് തന്നെ പോയി. എൻ്റെ പൊന്നോ, അടിപൊളി സ്ഥലമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്താണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇതൊന്നും തോന്നുന്നുണ്ടാവില്ല, ബട്ട് ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഫീൽ അറിയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആ മുൾവേലിയുടെ അടിയിൽ കൂടി നൊയഞ്ഞു കയറുകയാണ്. അപ്പൊ ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഷാനു ആണ് നൊയഞ്ഞു കയറ്റം നമുക്ക് പഠിപ്പിച്ചു തന്ന ആള്. ഷാനു എന്ന് പറയുന്നത് നമ്മൾ ഇക്കാക്കന്റെ മോനാണ്. അവൻ ആദ്യം ഇവിടെ വന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതല്ലേ അന്ന് തന്നെ പറഞ്ഞ അവിടെ കുളമൊക്കെ ഉണ്ട്, പാറക്കുളം. അപ്പൊ അവൻ പറഞ്ഞ പോലെ അവിടെ നല്ല അടിപൊളി കുളമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു പേടി, നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വല്ലവരെയും കൊന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതാലോചിക്കുമ്പോൾ ചെറിയതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഈ അട്ടഹസിക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരായിരുന്നു എന്ന് പറയായിരുന്നു. അത് പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് വേണ്ട കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ പോവാണ് ഗായ്സ്. അത്യാവശ്യം സാഹസികമായ യാത്രയാണ്. അവിടെ തെങ്ങ് വെച്ചിട്ടുണ്ട് കടക്കാൻ വേണ്ടിയിട്ട്. താഴെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വരുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ പൂവിന്റെ പേര് അറിയുന്നവർ കമന്റ് ചെയ്യണേ, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ ഈ വയലിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം യെല്ലോ കളർ ഫ്ലവർ ആണ്. എന്താ നമ്മളെ രസമോളുടെ തലയിൽ കണ്ടോ? അവളറിയാതെ ആരോ തലയിൽ ഇട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും അവളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടി സംസാരിച്ച് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ നമ്മളെ ബേബീസ് ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് വീണവരും വീഴാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് നായ്ക്കളെ കണ്ടു. അപ്പൊ ഉറപ്പാണ് നമുക്ക് കുറച്ച് പണി കിട്ടുന്ന പരിപാടിയാണ്. അവരെ ഏരിയയിലേക്കായിരിക്കും നമ്മൾ പോയത്. അപ്പൊ പണി കിട്ടുന്നതിന് മുന്നേ നമുക്ക് വേഗം വീട്ടിലെത്താന്ന് വിചാരിച്ച് സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പോൾ ഫൈന് വീണെണീച്ച രംഗാണ് ഇപ്പൊ കണ്ടത്. അത് കണ്ടപ്പോൾ നെസമോൾ ആകെ പേടിച്ച് കരഞ്ഞു. അപ്പൊ തന്നെ നമ്മളെ ഷാനു ക്യാമറമാനാണ്. അപ്പൊ അവനെ എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീടിന്റെ അടുത്തെത്താനായി. അപ്പോഴും നമ്മളെ നെസമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട് കണ്ടു ഗൈസ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ഇമ്മ കോഫി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ താത്ത വേഗം പഴക്കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.